നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായും ഗോത്ര നേതാക്കളുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. ഇന്ന് രാവിലെ മുതൽ നടന്ന ചർച്ചയിലാണ് ഇപ്പോൾ അതൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. വധശിക്ഷ നാളെ നടപ്പിലാക്കില്ല. ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് നാളെ വധശിക്ഷ നടപ്പിലാക്കുമെന്നായിരുന്നു. എന്നാൽ അതിനുവേണ്ടി കുടുംബവുമായി നടത്തിയ ചർച്ചയിലും കാന്തപുരം വിഭാഗവുമായി നടത്തിയ ചർച്ചയിലുമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. വധശിക്ഷ നാളെ നടപ്പാക്കില്ല. കിരൺ ബാബു ഉണ്ട് കിരൺ ബാബു ഉടൻ തന്നെ ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ട് ചേരുന്നതാണ്. കിരൺ ബാബു ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. കിരൺ ബാബു, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ വാർത്തയുടെ? നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടക്കേണ്ടിയിരുന്ന വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു. എന്തായാലും ഇനി അവിടുത്തെ ആളുകളുമായിട്ടൊക്കെ ചർച്ച ചെയ്യാനൊക്കെയുള്ള സമയം ലഭ്യമായിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. ഇന്നത്തെ സംബന്ധിച്ച് നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞു, ഏറ്റവും പ്രധാനം ഇതുതന്നെയായിരുന്നു. ഈ വധശിക്ഷ നാളെ നടക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിവെപ്പിക്കുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ മാറ്റിവെപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആ ആവശ്യം ഇപ്പോൾ എന്തായാലും കോടതി അംഗീകരിച്ചിരിക്കുന്നു. ആ ആവശ്യത്തോട് എതിർക്കുന്ന നിലപാട് ഇവരുടെ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബവും സ്വീകരിച്ചില്ല എന്ന് കരുതി പൂർണ്ണമായും അക്കാര്യത്തിൽ എന്താണ് വധശിക്ഷ ഒഴിവാക്കുന്ന കാര്യത്തിലേക്കോ അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കുന്ന വിഷയത്തിലോ ഒന്നും തീരുമാനം വന്നില്ല. ഇനി വേണം അത്തരം കാര്യങ്ങളിൽ തീരുമാനമാകേണ്ടത്. എന്തായാലും ഈ അവിടുത്തെ ഗോത്ര വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായും അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ചർച്ച തുടരുകയാണ്. കേരളത്തിൽ നിന്ന് ഔദ്യോഗികമായ ചർച്ചകൾ നേരത്തെയൊക്കെ പല ഘട്ടത്തിൽ നടത്തിയെങ്കിലും യമനെ സംബന്ധിച്ച് യമനിലെ ഭരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അനിശ്ചിതാവസ്ഥയൊക്കെ ഉണ്ട്. അവിടെ യമൻ തെക്ക് വടക്ക് എന്ന് രണ്ടായി തിരിഞ്ഞുകൊണ്ടുള്ള ഭരണ വ്യത്യാസം, അങ്ങനെ ആ തരത്തിൽ നയതന്ത്ര ഇടപെടലിന് കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ തരത്തിൽ അതിനുശേഷമാണ് പിന്നീട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മതപണ്ഡിതനുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ വഴി ഈ ഗോത്ര വിഭാഗങ്ങളുമായിട്ടൊക്കെ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തത്. ആ ചർച്ചയിൽ കുടുംബത്തിലെ ഒരു വിഭാഗം ആളുകളും അവിടുത്തെ അതോടൊപ്പം തന്നെ ഗോത്ര സഭയിലെ ഒരു വിഭാഗം ആളുകളുമൊക്കെ ദിയാധനം വാങ്ങിക്കൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകാം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിരുന്നു. പക്ഷേ പൂർണ്ണമായും അത്തരം ഒരു നിലപാടിലേക്ക് എത്തിയില്ല. കുടുംബം അങ്ങനെ ഒരു നിലപാട് ഔദ്യോഗികമായി കോടതിയെ അറിയിച്ചെങ്കിൽ മാത്രമേ ദിയാധനം സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബാക്കി പ്രായശ്ചിത്ത നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഈ വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാൻ കഴിയുന്ന കോടതിക്ക് തീരുമാനിക്കാൻ കഴിയൂ. ഇനി അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇവരുമായിട്ടുള്ള ചർച്ച നടത്തുകയാണ് വേണ്ടത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി നിന്നത് നാളെ നടപ്പാക്കാനിരുന്ന വധശിക്ഷയാണ്. ഇന്ന് ഈ കോടതിയിൽ നിന്ന് അനുകൂലമായ തീരുമാനം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ സമയം 4:30 വരെ മാത്രമാണ് കോടതി ഉണ്ടായിരുന്നത്. അങ്ങനെ ഇന്ന് രാവിലെ കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ആ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി ഇപ്പോൾ നാളത്തെ വധശിക്ഷ നീട്ടിവെക്കാൻ ഇത്തരത്തിലേക്കുള്ള ചർച്ചകൾ കുടുംബവുമായും ഗോത്രവുമായും നടക്കുകയാണ്. അതുകൊണ്ട് നാളെ നടപ്പാക്കേണ്ട വധശിക്ഷ നീട്ടിവെക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചത്. ഈ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. എന്തായാലും താൽക്കാലികമാണ് എങ്കിൽ പോലും ഇനി അന്തിമമായ ഒരു ഫലത്തിലേക്ക് എത്താൻ ഇനിയും കൂടുതൽ പടവുകൾ ചവിട്ടേണ്ടതുണ്ട്. പക്ഷേ താൽക്കാലികമാണെങ്കിൽ പോലും വലിയ വലിയ ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടപ്പാക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിവെക്കാൻ യമൻ കോടതി അംഗീകരിച്ചു എന്നത്. കിരൺ ബാബു, ഒരുപാട് വധശിക്ഷ ഇപ്പോൾ നാളെ നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ കാന്തപുരം വിഭാഗത്തിന്റെ ഒരു ഇടപെടൽ തന്നെ ആയിരിക്കില്ല ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിധിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നത്? ഇപ്പോഴത്തെ തീരുമാനത്തിന് പിന്നിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പങ്ക് ഉണ്ട്. എന്തായാലും കോടതിയിൽ തീരുമാനം വന്നത് കോടതിയുടെ തീരുമാനം തന്നെയാണ്. അതിന് നേരിട്ട് അദ്ദേഹത്തിന് പങ്കില്ല. അദ്ദേഹം വഹിക്കുന്ന പ്രധാനപ്പെട്ട പങ്കെന്ന് പറയുന്നത് ഈ കുടുംബവുമായും ആ ഗോത്രവുമായും ബന്ധപ്പെടാൻ വേണ്ടി നയതന്ത്ര ബന്ധങ്ങൾക്ക് കേന്ദ്ര സർക്കാരും ഒക്കെ പലതവണ ശ്രമിച്ചെങ്കിലും ആ രാജ്യത്തിൻ്റെ അരക്ഷിതാവസ്ഥ, ഭരണപരമായ അരക്ഷിതാവസ്ഥയും അവിടുത്തെ ആരാണ് ഭരണാധികാരി, ആരുടെ കയ്യിലാണ് ഭരണം എന്നുള്ള കാര്യത്തിലൊക്കെ അവിടെ പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് യമൻ. അങ്ങനെ സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനമുള്ള രാജ്യമല്ല. പ്രത്യേകിച്ച് ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് തെക്കൻ യമനിലെ ഒരു ഗോത്രവർഗ മേഖലയാണ്. അവിടെ ഗോത്രവർഗ സഭകളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത്. അത്തരം തീരുമാനമെടുക്കുന്ന